ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എന്താ രാവിലെ തന്നെ ഡോറൊക്കെ ഒന്ന് തുറന്ന് ശുദ്ധവായു ഒന്ന് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ ആകെ നനഞ്ഞ് കിടക്കണേ. പിന്നെ പോരാത്തിന് രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം മഴയും പെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ചെടിയേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ കുറച്ചൊക്കെ കാണുന്നതും ഒരു കറിവേപ്പില, അത് അങ്ങനെ വിരലിലെണ്ണാവുന്ന കുറച്ച് ചെടികളേ ഉള്ളൂ എനിക്ക്. എന്നാൽ കൂടി എനിക്കിഷ്ടമാണ് ഇങ്ങനെ നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഒന്ന് വളർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി. ഇന്നലെ രാത്രി തന്നെ അത്യാവശ്യം ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. എന്നാലും ഒന്ന് തുടച്ച് എടുക്കാതെ ഒരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിടട്ടെ. കാരണം ഇവിടെ എയർ ഫാനും കൂടി ഇല്ലാത്ത കാരണം ജനലും കൂടി ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ തീർന്നു. ചുമച്ച് ചുമച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവും. വല്ല കടുക് വറുക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് റെഡിയാക്കണേ മുന്നേ തന്നെ ഞാനിവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഈ സ്റ്റൗ ടോപ്പൊക്കെ ഇന്നലെ രാത്രി ഞാൻ ക്ലീൻ ചെയ്തതാണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെ ഇതൊക്കെയാണ് കാണിക്കണതെന്നുള്ള ചിന്ത ഉണ്ടാവും. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ ഡ്യൂട്ടി. വേറെ എന്താ ഡ്യൂട്ടി? കുക്കിങ്ങും ക്ലീനിങ്ങും ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ വീട്ടിലിരിക്കുന്ന ഹോം മേക്കർമാർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. പൊതുവെ നമ്മൾ ജോലി ഇതൊക്കെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ കുക്കറിലോട്ട് കടലയൊക്കെ വേവിക്കാനിടട്ടെ. കടല ഇടുന്ന നേരത്താണ് ഞാൻ ചിന്തിച്ചത്, അയ്യോ പുട്ടുപൊടി നനക്കാൻ വെച്ചില്ലല്ലോ എന്നുള്ള. സ്റ്റീംഡ് പുട്ടുപൊടിയാണല്ലോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാമല്ലോ. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് ആദ്യം മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുട്ടുപൊടി അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ നേരിട്ട് അരിഞ്ഞിട്ട് കൊടുക്കലാണ് കേട്ടോ. ഒരുമിച്ചിട്ട് വേവിക്കലാണ്. ഞാൻ വയറ്റ് ചെയ്യൽ കുറവാണെന്നല്ല, ഇല്ല. ആദ്യമൊക്കെ വയറ്റിൽ തന്നെ ചെയ്തിരുന്നത്. പിന്നെ പിള്ളേർ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ എളുപ്പത്തിന് ഞാൻ കടല വേവിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ട്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടേ വെളിച്ചെണ്ണയും ഉപ്പും പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ഞെരുക്കി കൊടുക്കാന്ന് പറയില്ലേ, നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെക്കലാണ് കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് വയറ്റി കിട്ടുന്ന പോലെ തന്നെ ടേസ്റ്റിൽ തന്നെ കിട്ടാറുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യണത്. എനിക്കിതുവരെ കടലക്കറി ഇങ്ങനെ ചെയ്തിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ സവാള വഴറ്റി വെക്കണ ആ ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ ഈ കുക്കറിൻ്റെ ഭംഗി കണ്ടിട്ട് ആരും ചോദിക്കേണ്ട. ഒരുപാട് പേര് കമൻ്റ് ആയിട്ടല്ല പേഴ്സണലി എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താണ് കുക്കറിൻ്റെ മൂടിയുടെ കളർ ഇങ്ങനെയാണ്. ഇതിൻ്റെ മൂടിയല്ല കേട്ടോ, ഇത് വേറെ 1.5 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ മൂടിയാണ്. ഇത് കംപ്ലീറ്റ്ലി ബ്ലൂ കളർ തന്നെയായിരുന്നു. അപ്പം അത് ഞാൻ കൂടുതലും ഈ പൊടിയരിക്കഞ്ഞിക്കൊക്കെ വേവിക്കാനായിട്ട് ഞാൻ ആ കുക്കറിൽ തന്നെയാണ് ഇട്ടിരുന്നത്. അത് ചെറിയ കുക്കറാണ് കേട്ടോ. അപ്പം അതിങ്ങനെ നമ്മൾ ഈ കഞ്ഞിക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ തിളച്ച് പൊങ്ങി അതിൻ്റെ ആ ഒരു പാട വീടില്ലേ, അപ്പം അത് നമ്മൾ ഉരച്ച് കഴുകുമ്പോൾ അതിൻ്റെ കളർക്ക് അങ്ങനെ പോയതാണ് കേട്ടോ. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇത് കുറേ പഴക്കമുള്ള കുക്കറൊന്നും അല്ല കേട്ടോ. ഒരുപാട് നാളും ആയിട്ടില്ല വാങ്ങിയിട്ട്. ഇതെൻ്റെ യൂസിൻ്റെ ഇതുകൊണ്ടിട്ട് ഞാൻ ഉരച്ചരച്ച് അതിങ്ങനെ ആയെന്ന് വേണം പറയാനായിട്ട്. അപ്പോഴത്തേക്കും ചായയൊക്കെ തിളച്ച് വന്നു. ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. രാത്രി ഇതെല്ലാം ചെയ്തിട്ടിട്ടായിരിക്കും കിടക്കുന്നത്. എങ്കിൽ കൂടി രാവിലെ ഞാനത് ചെയ്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ വിരലിൻ്റെ അവസ്ഥ കണ്ടോ, അതൊരു റിങ് ഇട്ടട്ടെ, അത് അത്യാവശ്യം ടൈറ്റായിരുന്നു. അത് ഊരിയപ്പോൾ കാണുന്ന സീനാണത്. അപ്പോൾ നമുക്കിനി പുട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പുട്ടൊക്കെ ആവി വരുമ്പോഴത്തേക്കും കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ വെയിറ്റ് അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് എന്താ അവസ്ഥ എന്നൊന്ന് തുറന്ന് നോക്കാം. അയ്യോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ഇനി അത്യാവശ്യം വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ചെടുത്ത് കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ പീസ് പുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ കടലക്കറി ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ എന്നെ സബ് ചെയ്തവരാണെങ്കിൽ കൂടി എൻ്റെ വീഡിയോസ് കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.